കുഞ്ഞി കുഞ്ഞി ഇതൊക്കെ കുറച്ച് ഫ്ലേവർ മാതിരി ഉണ്ടാവും. ഓ കണ്ണിന് വെള്ളം വന്നിട്ട് പപ്പ ഇവിടെ ഉള്ളി അരിയാണ് വാവാ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് രണ്ടാമത്തെ നോമ്പാണ്. അപ്പം ഇന്ന് ഞാൻ അങ്ങനെ കുറച്ച് എണ്ണക്കടികളൊന്നും ഞാൻ അധികം ഉണ്ടാക്കണില്ല. കാരണം എനിക്കൊട്ട് വയ്യാത്തത് കൊണ്ട് ബാസികൊക്കെ പറഞ്ഞ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണ്ടാന്ന്. അപ്പൊ പത്തിരിയും ചിക്കൻ കറിയും, ഒന്നെങ്കിൽ ചിക്കൻ പൊരിക്കണം, പിന്നെ ബ്രെഡ് പൊരിച്ചതും, പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള പണിയില്ലാട്ടോ. കസ്റ്റാർഡ് കലക്കി വെച്ചിക്കണ്, പാല് വെച്ചിക്കണ്, പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇനി കട്ട് ചെയ്യാണ്ട്, പിന്നെ സിവാപ്പൂവിന് കഞ്ഞി വേണം പറഞ്ഞിട്ട് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാസികാക്ക് എന്തൊക്കെയോ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ചിലപ്പോൾ നോമ്പ് തുറക്കാൻ അൻഷിയും സജയും വരും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറയിൽ ഉണ്ടാവുക. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യട്ടെ കേട്ടോ. ഞാൻ കസ്റ്റാർഡ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതൊക്കെ ഇപ്പോൾ വാസിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. ഫ്രൂട്ട്സ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ വത്തക്ക. അപ്പം വത്തക്ക വാങ്ങിയിട്ടുണ്ട്. ഇത് വേറെ വത്തക്ക ആ ഷമാമോട് ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രം വാസിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. ഇത് ഷമാമൊന്ന് ജ്യൂസ് അടിക്കണം. ഇന്ന് 2 ടൈപ്പ് ജ്യൂസ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷമാമൊന്ന് പാലൊക്കെ ഇട്ട് ഷമാം ഷേക്ക് അടിക്കണം. ഇത് പിന്നെ നോർമലി വത്തക്കന്നെ ജ്യൂസ് അടിക്കണം. പിന്നെ ഇത് മുറിച്ചിട്ടാൻ പറഞ്ഞു. ഇപ്പം ഇതൊക്കെ തയ്യാറാക്കണം. അതിൻ്റെ ഇടയിൽ പത്തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ആരില്ലായിരുന്നു. ബാസിയൊക്കെ പുറത്ത് പോയപ്പോൾ ഞാൻ പത്തിരിയൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇനി ഷമാമ് ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. ഫുള്ളായിരുന്നു. എന്താ സിവുമ്മ വത്തക്ക വേണം എൻ്റെ കുട്ടിക്ക്. സിവുവിനെ ഞാൻ വീഡിയോയിൽ ഇപ്പൊ കാണിക്കാത്തത്. സിവു ഒന്നുമില്ലാണ്ട് നടക്കാണ് ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് സിവുവിന് സ്നേക്ക് ഇട്ട് കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സിവുമ്മനെ കാണിക്കാത്തത്. സിവു കുടിച്ച് നല്ല സുന്ദരി ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഡൈപ്പർ ഇടുന്നത് നല്ലതല്ലല്ലോ. ഓൾക്കൊന്ന് കാറ്റൊക്കെ കിട്ടിക്കോട്ടല്ലേ സിവുമ്മ. സിവുമ്മക്ക് നോമ്പില്ല, പഴം തിന്നാണോ? പഴം തിന്ന അപ്പൊ നോമ്പില്ല. എത്ര നോമ്പുണ്ട്? തീറ്റു. അപ്പൊ ഇനി ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഷേക്ക് പോലെ അടിക്കാം. ടീറ്റു. പപ്പ എവിടെ ശിവ? എവിടെ പപ്പ എവിടെ പോയാ? അപ്പൊ ഇനി ഞാൻ ബാക്കിയുള്ള പണിപാളി കത്തി തട്ടി. ഇതാണ് ഏതേ കാലത്തൊക്കെ കിച്ചണിൽ കയറുമ്പോഴുള്ള പ്രശ്നം. മനസ്സിലായി? കാലത്തൊന്നല്ല, കണ്ടൻസ്ഡ് മിൽക്കിന്റെ ആ വക്ക് തട്ടിപ്പോയത് ജ്യൂസ് അടിച്ചപ്പോ. കത്തി തട്ടിയതല്ല കേട്ടോ. അതായത് മിൽക്ക് ഇതിന്റെ ഉള്ളില് വിരൽ. അവ ഈ എന്തിനാ അതിന്റെ ഉള്ളിൽ വിരലിടാൻ പോണത്? നോമ്പില്ല എനിക്ക്. എന്തേ? ഓ പനി ആയതുകൊണ്ട്. അപ്പൊ വിരലിട്ട് അപ്പൊ കിട്ടിയല്ലോ. ആകെ 2 തുള്ളി ചോരയാണ് വന്നത്. അതിനൊക്കെ പ്രഷർ ഇട്ടോ. ഞാൻ സാധനം വാങ്ങാൻ പുറത്തു പോയ സമയത്തായിട്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാം. അതാ മറ്റേ കൈ മുറിയില്ല, എനിക്ക് നയിപ്പില്ല, എനിക്ക് നയിപ്പില്ല. ഇത് നോമ്പ് നോറ്റക്കണ്ട് ഞാൻ പാത്രം മറണം. ഹോട്ടൽ ഫുഡ് കഴിക്കണ്ട കഷ്ടപ്പെട്ട് ഞാൻ ഫുഡ് തരുന്നത്. പിന്നെ ഹോട്ടലിലേക്ക് പോയാ വേണ്ട വേണ്ട പാത്രം കഴിക്കാണ്ട്. താങ്ക് യു. എല്ലാരും ചോദിക്കലുണ്ട് വാസികാക്ക ജൂബിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കല്ലേ. എന്താ അങ്ങനൊന്നുമില്ല. പാർട്ട്നേഴ്സ് രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റിമേറ്റ് വേണം. ഹെൽപ്പ് ഒരു പ്രാവശ്യം പറയട്ടെ, 2 പ്രാവശ്യം ഞാൻ പറയൂല. എനിക്ക് കൈക്ക് വയ്യ. എന്നാ പിന്നെ ആ മിഷി വാങ്ങി കൊണ്ടാ സാധനം നിങ്ങൾ ചെറിയല്ലോ. അതിങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ ബസ്സിലൊക്കെ റെഡി ആയിക്കോളെ. എന്നും തെരഞ്ഞാലേ ഓക്കെ. ചെറുതൂടെ എന്നിട്ട് വേണം ഞാൻ മിക്സിയിലിട്ട് അടിക്കാൻ. കൈക്ക് വയ്യാത്താണ് ബസ്സിലാക്കാൻ.
തേങ്ങ നിന്നോട് പൊട്ടിച്ചാൻ പറയല്ലോ കേട്ടോ. അറിയാതെ തേങ്ങ വെള്ളം ഗുളുകുളു കേറണേ, അതാ പ്രശ്നം. അതിന് മുന്നേ ഞാൻ പൊട്ടിച്ചല്ലോ. ചെറുപ്പത്തിൽ അങ്ങനെ പൊട്ടിച്ച റെക്കോർഡിന്റെ പേരിലുണ്ട്. അത് ബാങ്ക് കൊടുക്കാതെ നേരത്തെ ഓല് എന്തൊരു ആവശ്യത്തിന് കറിക്കെന്താ പൊട്ടിച്ചാൻ പറഞ്ഞപ്പോ പൊട്ടിച്ചു. ഞാൻ കൂളായിട്ട് കുടിച്ചു. അത് പിന്നെ നോമ്പിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നമ്മൾ അറിയാണ്ട് കുടിച്ചതല്ലേ. പക്ഷെ ഞാൻ ഇറക്കിയേ തുപ്പിപ്പോ തൊള്ളിന്ന് തുപ്പല മാത്രം വെള്ളം പുള്ള ഇറക്കി വെക്കണേ. കൂട് ചിക്കൻ കറിക്കുള്ളതാ. എന്താ വശക വലിയ കഷ്ണല്ല ചിക്കൻ അരിയാ, കുഞ്ഞു കുഞ്ഞു പീസാക്കണം. കുറച്ച് ഫ്ലേവർ മാതിരി ഉണ്ടാവും. ഓ പപ്പ ഇവിടെ ഉള്ളി അരിയാണ് വാവാ. ആ കരയണ്ട കരയണ്ട, ഞാനൊന്നും പറയണില്ല ബസ്സി കാക്ക. അങ്ങനൊന്നുമില്ല, ഉള്ളി അരിയുമ്പോ കുറച്ച് ചെറുതാക്കിയാ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ആര് ബാസി കാക്ക ഒരു ഭാര്യനെ ഹെൽപ്പ് ആക്കണത് എങ്ങനാ ഒരു കമന്റ് ഇടുക? നമ്മള് രണ്ടാള് മാത്രല്ലേ ഉള്ളൂ, നമ്മളെ ഹെൽപ്പാക്കാൻ വേറെ ആരും ഇല്ലല്ലോ. എനിക്ക് പനിയായിട്ടു ബാസികാക്ക നോമ്പ് എടുക്കണതുകൊണ്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കണേ അല്ലേ? അറിഞ്ഞോട് ഇന്നെന്താ എങ്ങനെ കറി ഉണ്ടാക്കണ? ബാസികാക്കന്റെ സ്റ്റൈലാ? ഇന്ന് ബാസികാക്ക ഉണ്ടാക്കിക്ക, ഇന്ന് ബാസികാക്ക ഉണ്ടാക്കിക്ക. ഞാൻ പഠിപ്പിച്ചരാ. പശയൊക്കെ ഉണ്ടാക്കി നോക്ക്. സജ്ജ ബിരിയാണി വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് ചിക്കൻ കറിയെങ്കിലും ഉണ്ടാക്കണം. മനസ്സിലാക്കാനായിരുന്നു. ഓക്കെ എന്നാ നടക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒക്കെ കഴിഞ്ഞിരുന്നാ മതി. ഗുഡ് ബോയ്. പിന്നെ ഞാൻ മീൻ പൊരിക്കാൻ വിചാരിച്ചു. പിന്നെ അതാ നമ്മളെ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കാണ് കേട്ടോ. പിന്നെ ഞാനിത് കാഷ്നട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ചിക്കൻ കറിയിലേക്കുള്ളതാണ്. സെക്കൻഡ് തേങ്ങാപ്പാൽ, ഫസ്റ്റ് തേങ്ങാപ്പാൽ. ഇൻ്റെ റെസിപ്പി ആട്ടോ. എന്താവോ എന്തോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, ഇതൊന്ന് സെറ്റായി തരട്ടെ. ഇനി ജീവൂന് ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തിട്ട് റൈസിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്ത് മീൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് വെക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കസ്റ്റാർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പോയി ഫ്രഷായി നിസ്കരിച്ചിട്ടൊക്കെ വരാം. അപ്പൊ ഗൈസ് ഇതിന്റെ എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഓക്കെ അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് നോമ്പ് തുറ സെറ്റ് ചെയ്തേക്കണ കേട്ടോ. ഇതാ നോമ്പില്ലാത്ത അൻസി, നോമ്പില്ലാത്തോളം മാപ്പിള സജാദ് ആണ് നമ്മളുടെ ഗസ്റ്റ്. നോമ്പുള്ള ആരും കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഇല്ലാത്തൊരു ചിരി. ഫസ്റ്റ് നമ്മളെ ഐറ്റം കസ്റ്റാർഡ് കേട്ടോ. ഇത് ഇന്നലെ ആപ്പിൾ ഇതിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു, നമുക്ക് ഓർമ്മയുണ്ട്. മീന്, ബത്തക്ക ജ്യൂസ്, ഷമാം ജ്യൂസ്, പേരിടാത്തൊരു ചിക്കൻ കറി, മലബാർ ചിക്കൻ കറി ഒക്കെ പോലെ. അതായത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് അവൾ ഉണ്ടാക്കിയത് തോന്നുന്നു എനിക്ക് അല്ലെ. എന്നെ കൊണ്ട് തേങ്ങ ഒക്കെ ചെലപ്പിക്കുന്നുണ്ടായിരുന്നു. തല താത്തി. അപ്പൊ ഇതാണ് ഇന്ന് രണ്ടാമത്തെ നമ്മളുടെ നോമ്പുണ്ടോ. ഇത് യാ സമൂസ അൻസി ഉണ്ടാക്കി കൊടുത്തതാണ്. സമൂസന്റെ കോലം കണ്ടിട്ട് പുറത്തുനിന്ന് വാങ്ങിയ മാരുണ്ട്. ഓ വയർപ്പൊക്കെ ഉണ്ടാക്കിയതല്ലേ. ഓക്കെ അപ്പൊ ബാങ്ക് കൊടുക്കാനായിക്കണേ. ഓക്കെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചാണ് ഇന്നലത്തെ വരി. നമുക്ക് ബാങ്ക് കൊടുക്കണ നേരത്തെ വ്ളോഗ് എടുക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ ഇത് ഞങ്ങൾ തിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്ട് വെറുതെ നിങ്ങൾ ഡിസ്റ്റർബ് ആക്കുന്നില്ല. ഓക്കെ എല്ലാവരുടെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്ന് താഴ്ത്തുന്ന കമന്റ് ചെയ്യട്ടോ. അന്നത്തെ ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ. ഓക്കെ അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.